ഞങ്ങളുടെ തറവാട്ടില് പരദേവതകളും ഉപദേവതകളും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അതിൽ പെടുന്നവരാണ് കേട്ടോ രാമൻ കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള കാരണവന്മാരുള്ളത്. അത് കഴിഞ്ഞിട്ട് സന്തുഷ്ട രൂപത്തിലിരിക്കണ ഭദ്രകാളി ദേവി ഉണ്ട്, പിന്നെ ഭുവനേശ്വരി ദേവി ഉണ്ട്, അത് കഴിഞ്ഞ സർപ്പക്കാവ് ഉണ്ട്. ഓരോ സർപ്പക്കാവും ഓരോരുത്തരുടെ വളപ്പിലാണ് കേട്ടോ. അഞ്ജനമണിനാഗം, നാഗയക്ഷിയമ്മ, മണിനാഗം, കരിനാഗം, നാഗഭൂതത്താന്മാര് ഇവരെല്ലാവരും ഉണ്ട്. ഇതിലെ സർപ്പക്കാവ് ഒഴിച്ച് ബാക്കി പറഞ്ഞിട്ടുള്ള ഉപദേവതകളും പരദേവതകളും ഒക്കെ ഇരുന്നിരുന്നത് ഓരോരോ സ്ഥലത്തായിരുന്നു പണ്ട്. ഭദ്രകാളി ദേവീനെ ആദ്യം കുടിയിരുത്തിയിരുന്നത് തറവാട്ടിലെ മച്ചിലായിരുന്നു. അത് കഴിഞ്ഞ് ഭുവനേശ്വരി ദേവീനെ കുടിയിരുത്തിയത് ശാന്തലമുടോടത്തെ മച്ചിലായിരുന്നു. എന്നിട്ട് പണ്ട് എന്റെയൊക്കെ കുട്ടിക്കാലത്ത് കാരണവന്മാരെ കുടിയിരുത്തിയിരുന്നത് തറവാടിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു മണ്ഡപത്തിലായിരുന്നു. അതിനും മുമ്പേ കാരണന്മാരെ കുടിയിരുത്തിയിരുന്നത് തറവാടിന്റെ 1ാം നിലയും കഴിഞ്ഞ് 2ാം നില ഉണ്ട്, അവിടെ ഇരുന്നു അത്രേ. ഇപ്പൊ പക്ഷെ എല്ലാവരും ഇനി ഒരുമിച്ചിരുത്തിയ ഒരു അമ്പലം കെട്ടിട്ടോ. തറവാടിനെ പറ്റി പറയുമ്പോ പിന്നെ മുഖ്യമായിട്ടുള്ള ഒരു കെട്ടിടം കൂടി ഉണ്ടായിരുന്നു, അതായിരുന്നു പത്തായപ്പര. തറവാട് ഇപ്പൊ നിക്കണേന്റെ തെക്ക് ഭാഗത്തായിരുന്നു പത്തായപ്പര ഉണ്ടായിരുന്നത്. 2 നിലയുള്ള പത്തായപ്പരയായിരുന്നു അത്ര. അത് കഴിഞ്ഞ് വടക്കോർത്ത് തൊഴുത്തും ഒരു ചായ്പും ഉണ്ട്. പിന്നെ തറവാട്ടില് മുകളിലത്തെ വടക്കേ അറയില് ഒരു രഹസ്യമുറിയും കൂടി ഉണ്ട് കേട്ടോ. അത് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നെല്ലളന്ന് കൊണ്ടുപോയിരുന്നു അത്രേ. ലെവി അളക്കുക എന്ന് അത്രേ പറയുക അതിനെ. അപ്പോ അവര് നെല്ല് മുഴുവനും കൊണ്ടുപോകാതിരിക്കാൻ നെല്ല് ഒളിപ്പിച്ചു വെക്കാനുള്ള ഒരു അറയായിരുന്നു അത്രേ. നേരം പോയത് അറിഞ്ഞില്ല, ബാക്കി പിന്നെ പറയാട്ടോ. എന്നാ ശരി, പോയിട്ട് പണിയുണ്ട്.